ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോൾ. അതിൽ നിന്ന് എത്രയോ മെച്ചത്തിലാണ് ഞാനിപ്പോൾ. എൻ്റെ ഒരുപാട് കഷ്ടങ്ങൾ AR വന്നതിന് ശേഷമാണ് എല്ലാ ആഘോഷങ്ങളിലും. നമ്മുടെ ഷോപ്പിൽ കസ്റ്റമറുടെ അടുത്ത് മാത്രമല്ല നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്ത് ഒരു ഫീഡ്ബാക്ക് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊരു ചേച്ചിയുടെ അടുത്ത് നമുക്കൊരു ഫീഡ്ബാക്ക് ചോദിച്ചേക്കാം. ചേച്ചി, എന്താ വിശേഷം? അപ്പോൾ എത്ര വർഷമായി നമ്മുടെ ഷോപ്പിൽ? 3 വർഷം കഴിഞ്ഞു അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഷോപ്പിൽ? കുറേ കസ്റ്റമർ ഒരു റിക്വസ്റ്റാണ് ഇങ്ങനെ നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്ത് ഒരു ഫീഡ്ബാക്ക് ചോദിക്കണമെന്ന്, അതുകൊണ്ട് ചോദിക്കാണ് കേട്ടോ. നമ്മൾ ഹാപ്പിയാണ്. നല്ല കസ്റ്റമറാണ് ഇവിടെ വരുന്നതെല്ലാം. ആ വരുന്ന കസ്റ്റമർ എല്ലാം ഹാപ്പിയാക്കി വിടണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അവർക്ക് കിട്ടാവുന്നത്രയും ഐറ്റം അവർ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്തു കൊടുക്കണം എന്നാണ്. ഇനി ഇവിടെ വന്നിട്ട് 3 വർഷമായെങ്കിലും എനിക്ക് ഭയങ്കര എന്താ പറയുക, പറഞ്ഞോളൂ നിങ്ങളുടെ റിയൽ ഫീഡ്ബാക്ക്. ഒരു കുഴപ്പമില്ല, ഭയങ്കര ഹാപ്പിയാണ് എല്ലാം കൊണ്ടും. നമുക്ക് വൈകുന്നേരം വരെ നല്ല തിരക്കുണ്ടെങ്കിലും എത്ര നമുക്ക് പണമെടുത്ത് ക്ഷീണം ഉണ്ടെങ്കിലും നമുക്ക് മനസ്സുകൊണ്ട് അങ്ങനെ ഒരു ക്ഷീണം തോന്നില്ല. പക്ഷെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അപ്പോൾ എല്ലാ കസ്റ്റമറും ചോദിക്കാറുണ്ട് ഞങ്ങളോട്, ഇത്രയും തിരക്കിൽ നിങ്ങൾ എങ്ങനെയാണ് വൈകുന്നേരം വരെ പോണ് ഫുഡ് കഴിക്കാതെ ഒക്കെ നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ, അതെന്താണെന്ന് ചോദിക്കാറുണ്ട്. ഞങ്ങൾ പറയും ചിലപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുക്കാൻ പോകുമ്പോഴായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുക. ആ ടൈം കൊണ്ട് വേഗം കഴിച്ചിട്ട് വരും. എന്നിട്ട് ചോദിക്കും നിങ്ങൾ ഇത്രയും ഇതോടുകൂടി നിങ്ങൾ പണിയെടുക്കുമ്പോൾ നിങ്ങളുടെ ഓണേഴ്സ് എന്താണ് നിങ്ങൾക്ക് അതിന് തരുന്നതെന്നൊക്കെ ഞങ്ങളോട് ചോദിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ പറയും ഞങ്ങളുടെ ഓണേഴ്സ് ഞങ്ങളോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങളുടെ ഷോപ്പ് പോലെ കരുതണം എന്നാണ് ഞങ്ങളോട് പറയാറ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞങ്ങൾ ഇതേവരെയും കരുതിയിട്ടുള്ളത്. ഇനി അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ കസ്റ്റമറെ എല്ലാ രീതിക്കും സംതൃപ്തിയാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ഞങ്ങൾ കട്ടയ്ക്ക് ഞങ്ങളുടെ ഓണേഴ്സിൻ്റെ ഒപ്പം സപ്പോർട്ടായിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ ഓണേഴ്സും. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോൾ. അതിൽ നിന്ന് എത്രയോ മെച്ചത്തിലാണ് ഞാനിപ്പോൾ. എൻ്റെ ഒരുപാട് കഷ്ടങ്ങൾ AR വന്നതിന് ശേഷമാണ് എല്ലാ ആഘോഷങ്ങളിലും എല്ലാം കൊണ്ടും, ഓണായാലും വിഷു ആയാലും എൻ്റെ മക്കളും എല്ലാം ഞങ്ങൾ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. മോൾക്കൊക്കെ ജോലി കിട്ടി അല്ലേ? അതെ, മോന് ജോലി കിട്ടി, മോള് പഠിച്ച്. അതൊക്കെ AR വന്നതിന് ശേഷമാണ്. AR വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കതിനൊന്നും കഴിയില്ലായിരുന്നു. എൻ്റെ ബാധ്യതകളും ഒക്കെ AR വന്നതിന് ശേഷം ഭയങ്കര ഹാപ്പിയാണ്. അതിനെല്ലാത്തിനും എനിക്ക് എൻ്റെ ഓണേഴ്സ് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. താങ്ക് യു ചേച്ചി. അപ്പോൾ വീണ്ടും അതേപോലെ ഉണ്ടാവണം. താങ്ക് യു, വളരെ സന്തോഷം.